എല്ലാ കൂട്ടുകാർക്കും വെക്സൺ ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണ മാത്യു വാഗിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആർഗെയിലാണ്. സോ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഒരു വാർണിംഗ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്ട് റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം നിങ്ങളൊരു ഹെൻറി കാവൽ സിനിമ എന്ന് വിചാരിച്ച് ഒരിക്കലും ഈ സിനിമ കാണാൻ പോകരുത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് കാണാൻ പോകണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെ. കാരണം ഇത് സത്യം തന്നെ ഒരു ഹെൻറി കാവൽ ഉണ്ട് സിനിമയ്ക്കകത്ത്, പക്ഷേ പുള്ളിക്കാൻ ഒരു സൂപ്പർ കമിയോ എന്നുള്ള രീതിയിൽ നമുക്ക് കൂട്ടാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ സാം റോക്ക്വെലിനെയും അതുകൂടാതെ തന്നെ ബ്രയാസ് ഡലാസിൻ്റെയും സിനിമയാണ് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഒരു അഡ്വഞ്ചർ തന്നെയാണ് നമുക്ക് ഈ സിനിമയുടെ ബേസിക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള കാസ്റ്റ് വരുന്നത് തന്നെയാണ് ത്രൂ ഔട്ട് ഈ സിനിമയുടെ സ്പൈ വേൾഡിനകത്ത് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ആർഗെയിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മാത്യു വാഗൻ തന്നെയാണ്. പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമകളായിട്ടുള്ള കിങ്സ്മാൻ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കിക്കാസ് എല്ലാം വൺ ഓഫ് ദ ഒരു കിഡിലൻ ഫിലിം ഫ്രാഞ്ചൈസി ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിൽ നേരെ ആർഗെയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരിയധികം രീതിയിലുള്ള പ്രതീക്ഷകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ രീതിയിലുള്ള സ്പൈ യൂണിവേഴ്സ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി തന്നെ. സോ ഇനി നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്സിലേക്ക് തന്നെ നമുക്ക് നോക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമയ്ക്കകത്തുള്ള കാസ്റ്റിംഗ്. അത് ഓൾറെഡി ഞാൻ നിങ്ങളോട് ആ ഒരു പോസ്റ്റർ കാണിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ ഒരു ഐഡിയയും കിട്ടില്ല ഇതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം. അത്രയും അല്ലെങ്കിൽ അതിനും മാത്രമുള്ള കാസ്റ്റ് ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹെൻറി കാവൽ, ജോൺ സീന, ഡുവാ ലിപ്പ, പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ ഹൈസൻബർഗ് വരെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൻറി കാവൽ ആരെങ്കിലും ഹെൻറി കാവലിന് ഒരു ജസ്റ്റിസ് കൊടുക്കും. പാവം അങ്ങേര് തിരിച്ച് സൂപ്പർമാൻ എന്ന് പറഞ്ഞ് ബ്ലാക്ക് കടത്തി വരെ തിരിച്ച് വന്നത് തന്നെയാണ്. എന്നിട്ടും DC തന്നെ ഒരു ജസ്റ്റിസ് കൊടുത്തില്ല ഇപ്പം ഇത്. കാരണം ഇതിൻ്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഹെൻറി കാവൽ VS ഡുവാ ലിപ്പയൊക്കെ കാറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും അല്ല ഈ സിനിമയുടെ പ്ലോട്ട്. സാം റോക്ക്വെലിൻ്റെയും അതുകൂടാതെ തന്നെ ബ്രയാസ് ഡലാസിൻ്റെയും ആണ് സത്യം പറഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ഒരു അഡ്വഞ്ചർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പുള്ളിക്കാരി ഒരു സ്പൈ നോവലിസ്റ്റ് ആണ്. ഈ ഒരു ക്രൈം ഓർഗനൈസേഷനെ കുറിച്ച് പുള്ളിക്കാരിയുടെ പുതിയ നോവൽ എഴുതുമ്പോഴത്തേക്കും ആ ഒരു പ്ലോട്ടും റിയൽ ലൈഫ് ഇവന്റ്സും തമ്മിൽ മാച്ച് ആവും. അതാണ് സിനിമയുടെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള കഥയിൽ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാം റോക്ക്വെലും അതുകൂടാതെ തന്നെ ബ്രയാസ് ഡലാസും അവർ രണ്ടുപേരും സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ കെമിസ്ട്രിയും അവർക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് എന്തായാലും നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആസ് ഒരു ഫിലിം എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. ഓവറോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മളെ കാരണം ഒബ്വിയസ്ലി ഇതൊരു ആക്ഷൻ സിനിമ തന്നെയാണ്. സോ ആക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻസ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ടൈപ്പ് ഓഫ് ആക്ഷൻസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷനും ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം കുറേ കൂടി ലോജിക്കൽ ഇല്ലാത്ത ആക്ഷൻസ് ആണ് ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ട്രെയിനകത്ത് വെച്ചിട്ടുള്ള പല സീൻസ്, അതേപോലെ കുറേയധികം സീൻസ് നമുക്ക് ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്ത് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നിങ്ങൾ ആക്ച്വലി ലോജിക്ക് പ്രതീക്ഷിക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കാസ്റ്റിങ്, ഈ പറയുന്ന ആക്ഷൻസ്, അതുകൂടാതെ തന്നെ ചില രീതിയിലുള്ള ഈ സിനിമയ്ക്കകത്തുള്ള ഹ്യൂമേഴ്സും വർക്ക് ആയതുപോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരു ലെജൻഡറി സ്പൈവേഴ്സിൽ വരുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് കിങ്സ്മാനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പടത്തിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമൊന്നും കൊണ്ടുവന്ന് തരാൻ സാധിച്ചിട്ടും ഇല്ല. സിനിമയുടെ റൈറ്റിങ് ഒരു രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ ടോണ്, അതായത് ഒരു ടോണിന് ഒരു കൺസിസ്റ്റൻസിയും സിനിമയുടെ ഏതൊരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അതായത് പല സിനിമകളുടെ ഒരു മാഷപ്പ് ആയിട്ട് തോന്നാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് നിങ്ങൾ ഈ ഒരു സിനിമകൾ കാണുമ്പോൾ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആ ഒരു സിനിമ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നൊരു ടോൺ ആയിരിക്കില്ല, അത് കഴിഞ്ഞ് അതിൻ്റെ മിഡിൽ എത്തുമ്പോഴത്തേക്കും, പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും, പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴൊക്കെ സിനിമയുടെ ടോൺ മാറി മറിയെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സിനിമയ്ക്കകത്തുള്ള വിഷ്വൽ എഫക്ട്സും CGIയും. സത്യം പറഞ്ഞാൽ ഇത്രയധികം വിഷ്വൽ എഫക്ട്സും CGI ഇതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ ഫൈൻ, അവർ കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുവന്നോട്ടെ, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വിശ്വസിക്കാം. അത് നല്ലൊരു CGIയും വിഷ്വൽ എഫക്ട്സും ആണെങ്കിൽ തന്നെ. പക്ഷേ ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അത്രയ്ക്ക് നല്ല വിഷ്വൽ എഫക്ട്സും CGIയും കാര്യങ്ങളും ഒന്നും തന്നെയല്ല. ആൻഡ് അവർ കാണിച്ചു തന്നിട്ടുള്ള CGIയും വിഷ്വൽ എഫക്ട്സും നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പല സീൻ കാണുമ്പോഴും ഈ ആക്ടേഴ്സിൻ്റെ പുറകിലുള്ള ഗ്രീൻ സ്ക്രീനാണ്, അവർ ഗ്രീൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിനിനകത്ത് നിന്ന് പൊക്കത്തേക്ക് എടുത്ത് ചാടുന്നത് എന്നുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തും ചാടുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് അത്രത്തോളം നോട്ടീസിബിൾ ആകാനുള്ളൊരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള CGIയും വിഷ്വൽ എഫക്ട്സ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഘടകമായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തില്ല അൺഫോർച്ചുനേറ്റ്ലി.
സോ അതുകൊണ്ട് തന്നെ അതും ഈ ഒരു സിനിമയുടെ ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തോടെ ഒരു മോശം ഫിലിം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാത്യു വാഗൻ പുള്ളിക്കാരൻ്റെ രീതിയിൽ കുറേയധികം പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പുള്ളിക്കാരൻ്റെ തന്നെ സിനിമയായിട്ടുള്ള കിങ്സ്മാനിൽ കണ്ടു പഴകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ഓവറോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നൊരു കാര്യം നിങ്ങളൊരു ഹെൻറി കാവൽ ഫിലിം എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് പോയത്. അത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം. നിങ്ങളൊരു 80% ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നതെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സോ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ ഒരു സിനിമയെക്കുറിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്തൊരു എൻ ക്രെഡിറ്റ്സും കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ്റെ സ്പൈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ എന്താണെങ്കിലും കാശ് മുടക്കി ഈ ഒരു സിനിമ കാണുവാണെങ്കിൽ അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോരാളൂ എന്ന് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.